വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. കുളിച്ചില്ല, തലമുടിയൊക്കെ നനഞ്ഞാണല്ലോ ഇരിക്കുന്നത്. തോർത്തിയ പോലെയാണല്ലോ ഇരിക്കുന്നത്. ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചോ? ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചോ? ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചായിരുന്നോന്ന്? ആ, ഉച്ചയ്ക്ക്. ആ ആ, സൗണ്ടിനൊരു വ്യത്യാസം ഉണ്ടല്ലോ. ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. രാവിലെ കാപ്പി ഒന്നും കുഴപ്പമില്ലാതെ കുടിച്ചു. വീട്ടിൽ പോയായിരുന്നോ? ആ, വീട്ടിൽ പോയാണോ കുടിച്ചത്? ഇവിടെ നിന്നല്ലേ? ഇവിടെ നിന്ന് ആരും തരാനില്ലായിരുന്നോ? ഇവിടെ ആരും തരാനില്ലായിരുന്നോ? ഇവിടെ നിന്ന് ആരും തരാനില്ലായിരുന്നോ? ഇല്ലായിരുന്നോ? അവർക്ക് എവിടെ പോയി? ഇവിടെയുള്ളവരൊക്കെ എവിടെ പോയേക്കുമായിരുന്നു? ആരാ അത്? അതേതാ കൊച്ച്? ആ കൊച്ചിൻ്റെ പേരെന്നാ? ആ കൊച്ചിൻ്റെ പേരെന്നാ? ആ, പേര് മറന്നുപോയോ? അമ്മയ്ക്ക് അറിയാവോന്നാ ചോദിച്ചേ? അമ്മയ്ക്ക് അറിയാവോന്നാ ചോദിച്ചേ? എലിക്കുട്ടിക്ക് കാണാതെ അറിയാവോന്നാ ചോദിച്ചേ? ഓർക്കുന്നുണ്ടോന്നാ ചോദിച്ചേ? ഒന്ന് ഓർത്ത് നോക്കിയാൽ അവൻ്റെ പേര് വല്ലതും കിട്ടുമെന്നറിയാലോ. ഓർമ്മ വരുന്നുണ്ടോ? വിവാനാണോ അത്? ആ, വണ്ടി നിറച്ച ആള് പോവും. ഏത് ആണോ? ഞങ്ങളുടെന്ന് പറഞ്ഞ ഞങ്ങളുടെന്ന് പറഞ്ഞ ആരുടെയാ? ഞങ്ങളുടെന്ന് പറഞ്ഞ ആരുടെയാ? ഞങ്ങളുടെതെന്ന് പറഞ്ഞാൽ ആരുടെയാന്നാ ചോദിച്ചേ? ആ, ഇവിടെ ജീവിക്കുന്ന കാരണന്മാരും മക്കളും ആണെങ്കിൽ അവരുടെയാ. അതേതാ കാരണന്മാരും മക്കളും? ഇവിടെ ജീവിക്കുന്ന കാരണന്മാരും മക്കളും ഏതാ? ഏത് കാരണന്മാരും മക്കളും എവിടെ ജീവിക്കുന്നേ എന്ന് പറഞ്ഞേ? എലിക്കുട്ടിയമ്മന്ന് പറഞ്ഞേ. ഏത് കാരണന്മാരും മക്കളാ ജീവിക്കുന്നതെന്ന് പറഞ്ഞേ. ആ, പിന്നെ വഴി ആൾക്കാർ പോയില്ലേ? മറ്റേതെല്ലാം മറ്റേ കയറി പോണ ജീവി. മരത്തെ കയറി പോണ ജീവിയോ? മണിപ്ലാന്റാ? മണിപ്ലാന്റാണോ ഉണ്ടാകുന്നുണ്ട്? അത് മണിപ്ലാന്റ് അല്ലേ മരത്തെ കൂടെ കയറി പോയേക്കണേ? മണിപ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പണം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. നമ്മുടെ പറമ്പ് മുഴുവൻ മണിപ്ലാന്റാ. കുണ്ടുക്കലാക്കാരുടെ പറമ്പിൽ മുഴുവൻ മണിപ്ലാന്റാ, മരത്തേലും അല്ല. ഇവിടെയൊക്കെ എങ്ങനെ എവിടെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇല്ലേ? സ്ഥലമൊന്നും ഇല്ലേ? അവനെ അവിടെ ഏതാണ്ട് കാണിച്ചോണ്ടിരിക്കുവോ? ആരാമേ? ധാരാമേ? ധാരാമേ? ഈ കൊച്ചിൻ്റെ പേരനാമേ? വീടല്ലേ? കൊച്ചിൻ്റെ പേരനാ? ഈ കൊച്ചിൻ്റെ പേരനാ? ആ കൊച്ചിൻ്റെ വീടിൻ്റെ ഈ കൊച്ചിൻ്റെ പേര്, ആ നിൽക്കുന്ന കൊച്ചിൻ്റെ പേരാ ചോദിച്ചേ? ആ, അറിയത്തില്ല അമ്മയ്ക്ക്? പേരെന്നാ? നിന്റെ പേരെന്നാ? വിവാനാണ്. ആ, വിവാൻ ആരുടെ മകനാ? വിവാൻ ആരുടെ മകനാ? ഇവിടെ ഉള്ളതാണോ? നേരത്തെ മുതലുള്ളതാണോ? ആ, ജോമോൻ ആരാ? ആ, ജോമോൻ ആരാ? എലിക്കുട്ടിയുടെ വല്ലവരും ആണോ? ജോമോൻ എലിക്കുട്ടിയുടെ വല്ലവരും ആണോ? കേട്ടില്ലേ? ജോമോൻ എലിക്കുട്ടിയുടെ വല്ലവരും ആണോന്ന്? എനിക്കൊന്നും അറിയത്തില്ല. ഇല്ലേ?
കാരണന്മാരുണ്ട് അവർക്കറിയാം. അവർക്കറിയത്തുള്ളോ? എലിക്കുട്ടിക്ക് അറിയത്തില്ലേ? കാരണന്മാരല്ല ഇതൊക്കെ മനസ്സിലാക്കി ഓരോന്ന് മക്കളെയും മറ്റുള്ളവരെയൊക്കെ മനസ്സിലാക്കി ചെയ്യണം. എലിക്കുട്ടിയമ്മയ്ക്ക് മക്കളുണ്ടോ? അല്ലാതെ ആരും വേറെ പുറത്തുനിന്ന് കൊണ്ടല്ല. എലിക്കുട്ടിയമ്മയുടെ മകൻ്റെ പേരെന്നാ മക്കളുടെ പേര്? ആ പെണ്ണിനെ കൊണ്ടുപോകാനായിട്ടുള്ള സാധനങ്ങൾ മേടിച്ചതാ. എന്നാ മൂക്കലെന്നാ പറ്റി? മൂക്കുത്തി ഇട്ടതാ. മൂക്ക് കുത്തി. കുത്തിയോ? നല്ലാണോ? എന്നാ കുത്തിയെ? ചുമ്മാ സ്റ്റൈൽ. ചായ എടുത്ത് വെച്ചിരിക്കുന്നു. പിള്ളേർ പറഞ്ഞു പിള്ളേര് കാരണന്മാര് കൊണ്ട് വെച്ചതായിരിക്കും എല്ലാവരും കഴിക്കാൻ. ആ എലിക്കുട്ടിക്ക് കൊണ്ട് വെച്ചതാ. എലിക്കുട്ടിക്ക് കഴിക്കാൻ കൊണ്ട് വെച്ചതാ. എനിക്ക് തന്നെ അല്ല, അതെ അതെ, പല പിള്ളേരുണ്ട്. ആ പല പിള്ളേരുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇപ്പം എലിക്കുട്ടിക്കാണ് കൊണ്ട് വെച്ചിരിക്കുന്നത്. ചായ എടുത്ത് കുടിച്ചോ, വാ. എനിക്ക് തന്നെ അല്ല. ചായ കുടിച്ചോ, വാ. ആ അവർ വന്നോളും, അവർ വന്നോളും. എലിക്കുട്ടി കുടിച്ചോ. ആ അവർക്കല്ലെന്നേ, ഇതിപ്പോൾ എലിക്കുട്ടിക്കാന്നേ. ഇതിപ്പോഴേ എലിക്കുട്ടി അമ്മയ്ക്ക് വെച്ചിരിക്കുന്നതാ. എലിക്കുട്ടിയമ്മ ഒന്ന് കുടിച്ചോ. അമ്മേ അമ്മേ ചായ കുടിച്ചോ. അമ്മയ്ക്കുള്ള ചായ അത് കേട്ടോ. കുടിക്കാൻ കുടിക്കാൻ ചൂടൊന്നുമില്ല. അത് റസ്ക് മുക്കി തിന്നുമ്പോൾ ചൂട് മാറിക്കോളും, ചൂട് കുറഞ്ഞോളും കേട്ടോ. ആ റസ്ക് മുക്കി തിന്നുമ്പോൾ ചൂട് പൊക്കോളും. ഇവിടെ ഇരുന്ന് കഴിക്കേ, കസേരയിലേ, കസേരയിൽ ഇരുന്ന് കഴിക്കേ. കസേരയിൽ ഇരുന്നോ അമ്മേ. അവിടെ ഇരുന്ന് കഴിക്കാൻ മേല, അവിടെ ഇരുന്ന് കഴിക്കാനേ. അമ്മ ഇവിടെ വന്നിരുന്ന് പിടിക്കേ, ഈ കസേര വന്നിരുന്ന് പിടിക്കേ. അവിടെ അല്ലേ ഇരിക്കണേ, ഇവിടെ വന്നിരിക്കേ. വണ്ടി വഴിയാ പോക്കോട്ടെന്നേ, വണ്ടി വഴിയാ പോട്ടെ. ആരാ അതാരാ? അതാരാണ്? കാര്യമായിട്ട് നോക്കുന്നുണ്ടല്ലോ. അവനാരാ? കസേര വന്നിരിക്കും. അപ്പോൾ എലിക്കുട്ടിയമ്മ ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുവാണ്. ഒരു വഴി പഴം കൂടെ എടുത്ത് കൊടുത്താ. അത് കഴിച്ചോ, അമ്മയ്ക്ക് തന്നാ കഴിച്ചോ കേട്ടോ. കളിക്ക് പോയിട്ട് വരാവേ, കുറുപ്പന്തറ വരെ പോയിട്ട് വരാം. കുറുപ്പന്തറ വരെ പോയിട്ട് വരാം കേട്ടോ. കുറുപ്പന്തറ വരെ പോയിട്ട് വരാന്ന്, കുറുപ്പന്തറ വരെ പോയിട്ട് വരാന്ന്, കുറുപ്പന്തറ പോയിട്ട് വരാന്ന്. ആ അവിടെ കട വരെ പോകണം. ചെറിയ പരിപാടിയുണ്ട്, ചെറിയ പരിപാടിയുണ്ട്, അതിന് പോവാ. ചെറിയ പരിപാടിയുണ്ട്, അതിന് പോവാ. നമ്മുടെ കടയിൽ പോവാന്നേ. ആ പോയിട്ട് വരാം. നമ്മളിവിടെ എങ്ങോട്ട് പോകാനാ? നമ്മുടെ വീട് ഇതല്ലേ, വേറെ എങ്ങോട്ട് പോകാനാ? വേറെ എങ്ങോട്ടും പോകാനില്ല, നമ്മളിവിടെ. ആ ഇവിടെ നമുക്ക് വല്ലപ്പോഴൊക്കെ പുറത്തൊക്കെ പോവാം, മേലാഴിയൊക്കെ മൊത്തം മോറെ കഴിയുമ്പോൾ. പഴം തിന്നോ, അത് തിന്നോ, ആ പഴം തിന്നോ. തിന്നോ, അത് തിന്നോ. തിന്നുന്നില്ലേ? പഴം തിന്നുന്നില്ലേ? അത് തിന്നുന്നില്ലേ? പഴം തിന്നുന്നില്ലേ? ഒരു കാ തിന്നു, രണ്ടാമത്തെ കാ എടുത്താ മതിയായിരിക്കൂല്ലേ? പഴം പഴം കയ്യിലിരിക്കുന്നത്. അയ്യോ വല്ല വരുമ്പോൾ തന്നെ കൊടുക്കാനുള്ളതല്ല, അമ്മയ്ക്ക് കഴിക്കാൻ തന്നാ. കൊടുക്കാൻ അവിടെ വേറെ ഇരിപ്പുണ്ട്. അറിയത്തില്ലേ? ആരെ?
ആരും അറിയത്തില്ലേ? ഈ വീട്ടിലുള്ള ആരും അറിയത്തില്ലേ? അയ്യോ, ആരും അറിയാൻ മേലാതെ ആകുവാണോ? ആരും അറിയാൻ മേലാതെ ആകുവാണോ? നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ അവിടെ ഉള്ളത് കേട്ടോ. ബാ ബാ എണീറ്റേ, ബാ ഏറ്റു വാ. ഇവിടം വരെ പോനാ, താഴെ പള്ളിയുടെ അവിടം വരെ പോനാ, പള്ളിയുടെ അവിടം വരെ പോനാ. വാ. ആ, കിടക്കുമൊന്നും വേണ്ട. പള്ളി പോയി തിരി കത്തിക്കണ്ടേ? തിരി കത്തിക്കണ്ടേ? തിരി അമ്മ ഇവിടെ പോയി തിരി കത്തിക്കുന്നതല്ലേ? തിരി കത്തിക്കുന്നതല്ലേ എലിക്കുട്ടി? ആ, മുത്തപ്പൻ്റെ മുമ്പ് ഇപ്പോൾ തിരി കത്തിക്കുന്നതല്ലേ? ആ, വാ ഏറ്റു വാ. അയ്യോ വാ, അല്ല ഈശ പണങ്ങും, ഈശ പണങ്ങും. ഏറ്റു വാ, വാ ഏക്ക് ഏറ്റു വാ. ഇവിടെ കയ്യെ പിടിക്കാം. വാ 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 വരാനേ, വേറെ ആര് പറഞ്ഞു? നീ വാ, മേലാഴിയൊക്കെ മാറും. നീ വാ, ഏറ്റു വാ, ഏറ്റു വന്നാലേ പറ്റുള്ളൂ. വാ ഏക്ക് ഏക്ക്. നിങ്ങൾ പോകാനാളോ വീട്ടിലാരും വീട്ടിലെല്ലാവരും ഉണ്ട്, ഇവിടെ ഉണ്ട് എല്ലാവരും. ഉണ്ടോ? ആ വന്നിട്ടുണ്ട്. വാ ഏറ്റു വാ. കുർബാന കാണാൻ വന്നില്ലേ? ആ കുർബാന കാണാൻ വരും. ഞാൻ കണ്ടിട്ടില്ല. ആ നമുക്ക് കാണാം. ഇച്ചിരി കഴിയുമ്പോൾ കുർബാന കഴിഞ്ഞേ വരുള്ളൂ. ഏതാ? ആ, അത് അങ്ങനത്തെ ഒരു പിരിയ, അതൊക്കൊണ്ടൊരു വിരിപ്പാ. ആ, ആ അതൊരു പുതിയ സൈസാ, പുതിയ സൈസാ, പുതിയ സൈസ് വിരിപ്പാ, പുതിയ സൈസ് വിരിപ്പാന്ന്. പല തേക്ക്, പല തേക്ക്. ആ അതേം കിടക്കാം. അത് കുഞ്ഞു പൂക്കളുള്ള വിരിപ്പ്. എലിക്കുട്ടി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് അമ്മ അടുക്കളയിലുണ്ട്. ചെവി പിടിക്കുന്നുണ്ടോ? പനിക്കാനാണോ? പല തേക്ക്, പല തേച്ചിട്ട് വല്ലതും കഴിക്കണ്ടേ? ആ അത് വേദനയുണ്ടാവും. ഇപ്പം പ്രായമൊക്കെ ആയില്ലേ, കുഞ്ഞു വെച്ചൊന്നും അല്ലല്ലോ. ആ ഈർക്കിലൊക്കെ ഉണ്ട്. ഒരു ഏറ്റു വാ, നീറ്റ് വാ. വേണ്ടേ? ആ ചെരുപ്പിനോട് താല്പര്യമില്ലെന്ന് തോന്നുന്നു. വാ എന്നാ ഏറ്റു വാ, തേക്ക്. ആ നമ്മുടെ വെട്ടിയല്ലേ ഇത്? നമ്മുടെ വെട്ടി നമ്മുടെ വീട്ടിലേക്കാ, നമ്മുടെ മുറിയൊക്കെയാ. ആ ഇവിടെ ഇട്ടേക്കുവാ. ഇവിടെയല്ലേ കിടക്കുന്നേ? ഇവിടെയല്ലേ കിടക്കുന്നേ? ആ എലിക്കുട്ടിയമ്മ. ആ പിന്നെ എവിടെയാ? വെള്ളം ഇരിപ്പുണ്ട്, കഴിക്കൂ. ആ അത് അത് ഒരു ബെഡ്ഷീറ്റല്ലേ, അത് വേറൊരു കളർ ഡിസൈനാ, വേറൊരു ഡിസൈനേ മോഡലാ. ആ തലയാണേ, അത് വേറൊരു മോഡല്. ആ കളർ മാറിയതാ, കളർ മാറിയതാണ്. നേരത്തെ പോലെ ഇങ്ങനെയല്ലേ, വേറെ ഓരോന്ന് മാറി മാറി ഇടുന്നതല്ലേ, ഓരോന്ന് മാറി മാറി ഇടുന്നതല്ലേ, കഴുകാനായിട്ടേ ഉഷിയുമ്പോൾ മാറ്റി മാറ്റി ഇടുന്നതല്ലേ. അതെന്നാ അത് എലിക്കുട്ടിയമ്മയുടെ ഓരോ സാധനങ്ങളല്ലേ, തുണി, എലിക്കുട്ടിയമ്മയുടെ ഓരോ സാധനങ്ങളാ അതൊക്കെ. കിടക്കുന്ന ആ കട്ടിലേ, ആ കട്ടിലല്ലേ കിടക്കുന്നേ? ആ ഇതിലെ എലിക്കുട്ടിയമ്മയുടെ കട്ടില്. കഴിക്കാറായി, കഴിച്ചിട്ട് കിടന്നാൽ മതി. ഇനി കഴിച്ചിട്ട് കിടന്നാൽ മതി.
വല്ലതും കഴിച്ചിട്ട് കിടന്നാൽ മതിയെന്ന്. എന്നാ കഴിക്കാൻ? രാവിലെ കാപ്പി കുടിക്കണ്ടേ? കാപ്പി കുടിക്കണ്ടേ? മരുന്ന് കഴിക്കാനുള്ളതല്ലേ? ഓർക്ക് കഴിക്കാനൊന്നും വേണ്ട. അതിനാ കഴിക്കാതെ പറ്റിയല്ലോ. അല്ലെ വീണ് പോയില്ലേ നമ്മള്? വാ. ഇതൊക്കെ നോക്കാനും പോണില്ലേ? കൈ കഴിയിടുവാ. കഴിച്ചോ. വാ ഇരുന്നോ. ഉച്ചയ്ക്ക് കഞ്ഞിയൊക്കെ കുടിച്ചോന്ന്? ഉച്ചയ്ക്ക് കഞ്ഞിയൊക്കെ കുടിച്ചോന്ന്? ഉച്ചയ്ക്ക് കഞ്ഞിയൊക്കെ കുടിച്ചോന്ന്? എലിക്കുട്ടി കഞ്ഞി കുടിക്കാതെ തന്നെയാണോ? ആണോ? കുടിച്ചോ? രാവിലെ കുടിക്കാനൊക്കെ മടിയായിരുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. വേറെ ഒന്നിനും പോയില്ലല്ലോ. വേറെ ഒന്നിനും പോയില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. രാവിലെ കഴിക്കാൻ മടിയായിരുന്നല്ലോ. അവർക്കൊന്നും പറ്റില്ല. ആണോ? അവിടെ ഒരു അച്ഛനും എന്നാത്തെന്ന് പറ്റി? എന്നാത്തെന്ന് പറ്റിയതാ? അവിടെ ഒരു സ്ഥലത്തുണ്ട്. പനിക്കോളുണ്ടോ? സൗണ്ടിനൊക്കെ ഒരു വ്യത്യാസം. സൗണ്ടിനൊക്കെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ എന്ന്. ശബ്ദത്തിനൊക്കെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറയേ. ശബ്ദത്തിനൊക്കെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്ന്. ഇരിക്കാണോ? ഇരിക്കാണോ? എലിക്കുട്ടിയമ്മയുടെ സൗണ്ടിനൊക്കെ ഒരു വ്യത്യാസമുണ്ട്. ഇരിക്കാനല്ലോ ഇതൊക്കെ. ഇരിക്കുന്ന കാര്യമല്ല പറഞ്ഞേ. എലിക്കുട്ടിയമ്മയുടെ സൗണ്ടിന് ശബ്ദത്തിന് ഒരു വ്യത്യാസം ഉണ്ടെന്നാണ് പറഞ്ഞേ. ശബ്ദം സൗണ്ടില്ലേ, ഒച്ചയ്ക്കൊരു വ്യത്യാസം വന്നിട്ടുണ്ടെന്ന്. അടുത്ത പനി വരാനാണോ? കാലാവസ്ഥ പിന്നെ മാറിയപ്പം ഒന്നും മനസ്സിലായില്ലല്ലേ? പോയി ഒച്ച എടുക്കുകയും ഒച്ചയെടുക്കുന്നതല്ല പറഞ്ഞേ, ഒച്ചയ്ക്കൊരു വ്യത്യാസം ഉണ്ടെന്നാണ് പറഞ്ഞത്. സൗണ്ടിനൊരു വ്യത്യാസം. പൊന്നിക്കട അവിടെ നിന്ന് ഉണക്കപ്പുല്ലൊക്കെ തിന്നിരുന്ന് കരയുന്നുണ്ട്. പൊന്നിനെ കണ്ടില്ലെന്ന് ആരാണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടായിരുന്നു. പൊന്നങ്ങനെ ജാക്കും പൊന്നും കൂടെ അങ്ങനെ അങ്ങോട്ട് പരസ്പരം നോക്കി നിൽക്കുകയാണ്. കണ്ടോ? ജാക്കും പൊന്നും കൂടെ നോക്കി നിൽക്കുന്നു. പൊന്നെ എല്ലാം കഴിഞ്ഞോ? അവിടെ നിന്ന് കഴിഞ്ഞോ? നിന്ന് കഴിഞ്ഞോടി? ജാക്കപ്പെട്ടാ നിന്നെ ആലോചിച്ചിരിക്കുന്നത്. അപ്പോൾ അവരങ്ങനെ തിന്നു കഴിഞ്ഞിരിക്കുന്നു. ചായ കുടിക്കാറായോ? ചായ കുടിക്കാറായിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര ചൂടാ പുറത്തേ. ചായ ഉണ്ടാക്കുന്നവരോട് എന്ത് ചോദിക്കും? ചായ ആരാ ഉണ്ടാക്കുന്നേ? ആരാ ചായ ഉണ്ടാക്കണേ? അറിയത്തില്ല. ഇല്ലേ? എലിക്കുട്ടിയമ്മ ഉണ്ടാക്കിയല്ലേ? എലിക്കുട്ടിയമ്മ ഇപ്പോൾ ചായ ഉണ്ടാക്കിയല്ലേ? കുടുംബത്തുള്ളവരാ ഉണ്ടാക്കണം അല്ലേ? എലിക്കുട്ടിയമ്മയ്ക്ക് അറിയത്തില്ല ആരാ ഉണ്ടാക്കണേന്ന്. എലിക്കുട്ടിയമ്മയ്ക്ക് ചായ ഉണ്ടാക്കത്തില്ലേ? ഇപ്പം ചായ ഉണ്ടാക്കത്തില്ലേ? എലിക്കുട്ടിയമ്മ ഇങ്ങോട്ട് വാതിലൊക്കെ തുറന്നിട്ടൊക്കെ ഒന്നിട്ട് ആവശ്യമില്ലാത്തവരെന്താ ഇങ്ങോട്ട് കയറ്റുകയും വേണ്ട. അത്യാവശ്യത്തിന് എന്തെങ്കിലും ഉള്ളവരെ മാത്രം, അന്നേരത്തേന് മാത്രം പറ്റിയാൽ മതി അല്ലേ? അപ്പം നല്ല കാറ്റല്ലേ? വെച്ച് കാറ്റ് വിടുക. ആണോ? കിഴക്ക് നല്ല കാറ്റ് വരുന്നുണ്ട്. അതെല്ലാത്തും നരകങ്ങളെയൊന്നും കയറ്റരുതല്ലേ? ആരാ അറിയുന്നത്? നരകം ഏതാന്ന് ആരാ അറിയുന്നത്? കഥകൾ തുറന്നിട്ടിപ്പോൾ കാറ്റ് കയറുന്നില്ലേ? നല്ല കാറ്റ്. രാവിലെ എലിക്കുട്ടിയമ്മയ്ക്ക് ഏറ്റു വരാനൊക്കെ ഭയങ്കര ക്ഷീണമായിരുന്നു. കാപ്പി കുടിക്കാനും പല്ല് തേക്കാനും ഒക്കെ ക്ഷീണമായിരുന്നു. ഉച്ച കഴിയുമ്പോഴത്തേനും എലിക്കുട്ടിയമ്മ ഉഷാറാകുന്നുണ്ട്. അതിൻ്റെ കാര്യമാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. രാവിലത്തെ ക്ഷീണം, രാവിലെ വൈകിട്ട് കിടന്നിട്ടുനിന്ന് രാവിലെ ഏറ്റു വരാൻ ഭയങ്കര ക്ഷീണമാണ്. ഉച്ച കഴിയുമ്പോഴത്തേനും എലിക്കുട്ടിയമ്മ ഉഷാറാകുന്നുണ്ട്. പണ്ട് ഇടക്കാലത്തും ഇങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഇല്ലേ? കുറേ നാളം കണ്ട് ഇതുപോലൊരു അവസ്ഥ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് സമയം ഓർക്കുന്നില്ല.
ഇപ്പോൾ സ്കൂൾ വിട്ട് ഉള്ള വണ്ടിയെല്ലാം വരാൻ തുടങ്ങും. സ്കൂൾ വണ്ടികളല്ല ഉണ്ടോ, പള്ളിക്കൂടം വണ്ടിയെല്ലാം കൂടെ പോകും. സ്കൂൾ വിടേണ്ട സമയമായുണ്ട്. രൂപമാണോ എണീറ്റ് പോകുവാണോ? എണീറ്റ് പോകുവാണോ എന്ന്? വീട്ടിലോട്ടോ? വീട്ടിലല്ലേ, വേറെ ഏതാ വീട്? വീട്ടിലോട്ടല്ല, എങ്ങോട്ടാ പോണേ ഇപ്പം? മുറിയിലോട്ടാണോ പോണെന്ന് ചോദിച്ചത്. എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ ഓരോരുത്തർ ഓരോ സ്ഥലത്തോട്ട് പോകും. ആ, അപ്പം ഇന്ന സ്ഥലം വേണം, അതൊന്നുമില്ല. ആവശ്യം കിട്ടാൻ മേടിക്കാനുള്ളൂ. സ്ഥലം അതെ, എവിടെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ പോരെ, എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ പോരെ അല്ലേ? എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയല്ലോ. ഇവിടെ ആരും ഇല്ലല്ലോ. എവിടെയുള്ളവർ എവിടെ പോയി? നിന്റെ ബെഡ്ഷീറ്റ് കണ്ടിട്ട് എലിക്കുട്ടി അമ്മയ്ക്ക് ഇന്ന് ഭയങ്കര വിഷയമായിരുന്നു. ഈ ബെഡ്ഷീറ്റിലെ വരയും കുറിയൊക്കെ ഭയങ്കര നീളത്തിലുള്ളതല്ലേ, അതങ്ങോട്ട് ഭയങ്കര കമൻ്റായിരുന്നു രാവിലെ. അതല്ലേ, നീളത്തിലുള്ള വരയും കുറിയൊക്കെ ആയതുകൊണ്ട് അല്ലേ? എലിക്കുട്ടി അമ്മയുടെ പോലെ കുഞ്ഞു കുഞ്ഞു പൂക്കളല്ലല്ലോ, വലിയ വലിയ പൂക്കളാണ് ഇതല്ലേ അല്ലേ? ബെഡ്ഷീറ്റല്ലേ വലിയ വലിയ പൂക്കളാണ് ഇതല്ലേ. എലിക്കുട്ടിയമ്മയുടെ പോലെ കുഞ്ഞു കുഞ്ഞു പൂക്കളല്ല. എലിക്കുട്ടിയമ്മയുടെ മുഴുവൻ കുഞ്ഞു കുഞ്ഞു പൂക്കൾ, നൈറ്റിയിലെല്ലാം കുഞ്ഞു കുഞ്ഞു പൂക്കൾ, ബെഡ്ഷീറ്റിലെല്ലാം കുഞ്ഞു കുഞ്ഞു പൂക്കൾ. ഒത്തിരി ദിവസം കൂടി എലിക്കുട്ടിയമ്മ അലമാരയിലൊക്കെ പോയി തപ്പുന്നുണ്ട്. എന്നൊക്കെയാ? ധാരക്കയാ? 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 ധാരക്കയാ ഇരിക്കുന്നത് ഇവിടെ? ഇവിടെ ഇരിക്കുന്നത് ഇതാ ഇരിക്കുന്നതൊക്കെ. അത് പ്രാർത്ഥനയ്ക്ക് അമ്മമാറ്റിക്കണം. പ്രാർത്ഥനയ്ക്കുള്ള അമ്മമാരാണോ? ഏതമ്മമാരാ? അതൊക്കെ ഉണ്ട്, ഓരോ പള്ളിയിൽ ഇടവകയിലും ഉണ്ട്. ഇടവകയിലുള്ള അമ്മമാരാണോ അത്? മാതാവൊന്നും അല്ലേ? മാതാവും യേശുപിതാവൊന്നും അല്ലേ? മാതാവും യൗസേപ്പിതാവും ഒന്നും അല്ലേ എന്ന്? മാതാവും യൗസേപ്പിതാവേ ഒന്നും അല്ലേ എന്നാ ചോദിച്ചേ. ഔസേപ്പിതാവില്ലേ? ഔസേപ്പിതാവ് ഉണ്ടോ? ആ, അപ്പം അമ്മ നിരത്തി വെച്ചിരിക്കുന്ന പടങ്ങളൊക്കെയാണിത്. നേരത്തെ കണ്ടിട്ടുള്ളതാണ്, ഒന്നുകൂടെ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പുതിയതായിട്ട് വന്നിരിക്കുന്നവർക്ക് വേണ്ടിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ അമ്മ ജനലിൽ കൂടെയൊക്കെ പോയി നോക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ടൊന്നും നോട്ടമൊന്നുമില്ലായിരുന്നു. അപ്പം നമ്മുടെ എലിക്കുട്ടിയമ്മ ചായ കൂടി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയ പ്രാർത്ഥനയാണ്. കുറച്ച് നേരം കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് കിടന്നുകൊണ്ടാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. നേരത്തെ നമ്മളെയൊക്കെ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ എലിക്കുട്ടിയമ്മയുടെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു ഉച്ച കഴിഞ്ഞുള്ള പ്രാർത്ഥന. മിക്കവാറും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ മേലാഴികയുള്ള സന്ദർഭങ്ങളിലൊക്കെ അമ്മ കുത്തിയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥന, നോൺ സ്റ്റോപ്പ് പ്രാർത്ഥന. ഇതിപ്പോൾ മണിക്കൂർ കുറേയായി, ഒരു 1.5 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ട്. എനിക്ക് പുറത്ത് വേറെ പരിപാടി ഉണ്ടായിരുന്നുകൊണ്ട് ഇപ്പോഴാണ് ഇടുന്നത്. അപ്പം ഞാൻ പറയുന്നത് കേട്ടോണ്ട് അമ്മ പ്രാർത്ഥന നിർത്തിയതാണ് കേട്ടോ. കുത്തിയിരുന്ന് കുറച്ച് നേരം കുത്തിയിരുന്നില്ലും കുറച്ച് നേരം ആയിട്ടിരുന്നില്ലും ഇതായിരുന്നു പരിപാടി. എന്തായാലും ഇപ്പോഴും അമ്മ ആ പ്രാർത്ഥനയുടെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നാൾ കണ്ട ഭാഗത്തെ പോലെ അല്ല, കുറച്ചും കൂടെ നന്നായിട്ട് ചെല്ലുന്നുണ്ട്. ഇന്നാൾ കുറച്ച് ആദ്യത്തെ ആ ലുത്തിനിയുടെയൊക്കെ ആദ്യ ഭാഗം മാത്രമേ കിട്ടിയുള്ളൂ, ബാക്കിയൊക്കെ മറന്നു പോയായിരുന്നു. വിശ്വാസപ്രമാണം വരെയുള്ളതൊക്കെ ചെല്ലിയുള്ളൂ. ഇന്നിപ്പോൾ അമ്മ കുറച്ചും കൂടെ ചെല്ലിയിട്ടുണ്ട്. മുഴുവൻ എടുക്കാൻ പറ്റില്ല, ഞാൻ പറയുന്നതുകൊണ്ട് അമ്മ നിർത്തിക്കളഞ്ഞു. അറിയത്തിൻ്റെ വീടുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. ബാക്കിപ്പെട്ട മറക്കി ഇരുത്താൻ പറയുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. കർത്താവെ അനുഗ്രഹിക്കണേ. മിശിഹായെ അനുഗ്രഹിക്കണേ. കർത്താവെ അനുഗ്രഹിക്കണേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആകാശങ്ങളിരിക്കുന്ന ബാബ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഭൂലോക രക്ഷകനായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഏകദൈവമേ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ശുദ്ധമാനം അറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും. ഇന്നും രാവിലെ എണീറ്റ് വരാനായിട്ട് മടിയായിരുന്നു, പാടായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെയാണ് എലിക്കുട്ടിയമ്മ ആക്റ്റീവായത്. അപ്പോൾ എലിക്കുട്ടിയമ്മ ആക്റ്റീവായി കഴിഞ്ഞപ്പോഴത്തേനും ഉള്ള പരിപാടികളൊക്കെയാണ് ഈ പ്രാർത്ഥന ചെല്ലിച്ചൊക്കെ. അല്ലെങ്കിൽ നേരത്തെ ഉള്ള പരിപാടി ആദ്യം മുതൽ കാണുന്നവർക്കറിയാമല്ലോ, തൊഴുത്തിലോട്ട് നോക്കിക്കൊണ്ട് കമൻറ്റുകളൊക്കെ പറയുന്ന പരിപാടിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ എലിക്കുട്ടിയമ്മ ഉച്ച കഴിയുമ്പോൾ ആക്റ്റീവായിട്ട് വന്ന് പ്രാർത്ഥന ചെല്ലുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. മക്കളോട് പറയുക ഇത് സകല ദൈവങ്ങൾ പതിവിധിയും കേറ്റുകമായി മാതാവേ
ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. തുറന്നാലയമേ ഞങ്ങൾക്ക് വേണ്ടി. ചിലർ പറയുന്നുണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന്, യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാനുള്ളത്. ഇത് ഓരോരുത്തരുടെ വിശ്വാസങ്ങളല്ലേ. ഇപ്പോൾ എലിക്കുട്ടിയമ്മയുടെ വിശ്വാസത്തിൽ മാതാവിന് പ്രാധാന്യമുണ്ട്, അതുകൊണ്ട് എലിയക്കുട്ടിയമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിശ്വാസത്തിൽ ചിലപ്പോൾ മാതാവിന് പ്രാധാന്യം ഇല്ലായിരിക്കും, യേശു ക്രിസ്തുവിന് മാത്രമായിരിക്കും പ്രാധാന്യം. അപ്പം അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. അപ്പം ഏതാണേലും എല്ലാം ചെന്നെത്തുന്നത് ഒരു സ്ഥലത്തേക്കായതുകൊണ്ട് നമുക്കങ്ങനെ ആശ്വസിക്കാം. അപ്പോൾ എലിക്കുട്ടിയമ്മ പിന്നെയും പ്രാർത്ഥന നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ചെല്ലിക്കോ, പ്രാർത്ഥന ഇല്ലെന്നില്ലേ, നിർത്തിയോ? അപ്പം ഇങ്ങനെ ഒരു ആക്ഷനിലോട്ടൊക്കെയാണ് പോകുന്നത്. ഇപ്പം ഇങ്ങനെ ഈ മോഡലുകൾ ഇടയ്ക്ക് പ്രാർത്ഥന ഏറ്റി നടക്കുമ്പോഴും ചിലപ്പോൾ പ്രാർത്ഥന നടക്കുമ്പോൾ നന്നായിട്ട് വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. ഇപ്പം മറിയത്തിൻ്റെ വലിയ മരുതയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ശുദ്ധി അവസരത്തെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ബാക്കിപ്പെട്ട മറക്കീർത്താമറി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. കർത്താവെ അനുഗ്രഹിക്കണം, വിശായെ അനുഗ്രഹിക്കണം. കർത്താവെ അനുഗ്രഹിക്കണം, വിശായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം, വിശായുടെ പ്രാർത്ഥന കേൾക്കണം. ആകാശം കളിക്കുന്ന കാവാന്തരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഭൂലോകരക്ഷനായ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണം. ചെലുത്തുമാനം അറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. തമ്പുരാൻ്റെ ഉണ്ണിയെന്നെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. കാലപൂഴ്ചയ്ക്കും മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ഞങ്ങൾക്ക് അധിപതിയും കേന്ദ്രമായി ഈശോയുടെ തിരുവന്തയമേ ഞങ്ങളുടെ മേൽക്കുറിയായിരുന്നു. മറിയത്തിൻ്റെ വലിമറുതയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. വിശുദ്ധ അവസരപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ബാക്കിപ്പെട്ട വർഗീയത പറയുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം.